ഹലോ മക്കളെ, വെൽക്കം ടു NFA നെവർ ഫോർഗെറ്റ് അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്ലാസ് 8 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 5 മണി മാത്തിലെ എപ്പിസോഡ് 3 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 എപ്പിസോഡ് കാണാതെ കുട്ടികൾ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പല ഘട്ടങ്ങളിലായിട്ട് കാണുന്ന ടൈപ്പ് ഉണ്ട്. അതായത് ഹാഫ് ഇയർലി കാണും, ക്വാർട്ടർലി കാണും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഹൗ ടു ഫൈൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് യൂസിങ് എൻ്റെ ഹാഫ് ഇയർലി അല്ലെങ്കിൽ എന്താണ് ക്വാർട്ടർലി. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഹാഫ് ഇയർലി, എന്താണ് ക്വാർട്ടർലി? വളരെ ഈസിയാണ്, ഒന്നുമില്ല. നമ്മൾ 1 ഇയർലി കാണുമ്പോൾ എന്താ പറയുക? 1 ഇയർ. ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാലോ 6 മന്ത്, പകുതി മാസം. ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി, 3 മാസം. ഒന്നുകൂടി പറയാം സാർ. അതായത് 1 ഇയർ എന്ന് പറഞ്ഞാൽ 12 മാസം. ഹാഫ് ഇയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി, 6 മന്ത്. ഇനി അതിൻ്റെ ഹാഫ്, അതാണ് ക്വാർട്ടർലി എന്ന് പറയുന്നത്. അപ്പൊ ഇത് 1 ഇയർ, ഇത് ഹാഫ് ഇയർ, ഇത് ക്വാർട്ടർലി ഇയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്നത് 1/4. അപ്പൊ ഈ 1/4 1/2 ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്യണം. 1/4 3 മാസം, 1/2 6 മാസം. ഇത്ര മനസ്സിലാണ്ടോ? 1/2 എന്താണ്? 6 മാസം. 1/4 എന്താണ്? 3 മാസം. ഒരു എക്സാമ്പിളിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് 2 കേസുകൾ നോക്കാം. ഒന്ന്, ഒരു ബാങ്ക് നിങ്ങൾക്ക് 10% ഇൻട്രസ്റ്റ് നൽകുന്നു. ഒരു ബാങ്ക് എത്ര ശതമാനം ഇൻട്രസ്റ്റ് നൽകുന്നു? 10% ഇൻട്രസ്റ്റ് നൽകുന്നു ആനുവലി. കേസ് 1. ഓക്കെ, കേസ് 2. കേസ് 1 നിങ്ങൾ 1000 രൂപ ബാങ്കിൽ കൊണ്ടുപോയിടുന്നു. അപ്പൊ നിങ്ങളുടെ ഡെപ്പോസിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 1000 രൂപ. മനസ്സിലായല്ലോ? കേസ് 2 നിങ്ങൾ 1000 രൂപ ബാങ്കിൽ ഇടുന്നു. ഓക്കെ, അപ്പൊ അവിടുത്തെ ഡെപ്പോസിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 1000 രൂപ തന്നെയാണ്. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10% ആനുവലി. ഇവിടെയും ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10%. സാറേ അപ്പൊ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല, ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1 ഇയറിലേക്കാണ്. ഓക്കെ, ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹാഫ് ഇയറിലേക്കാണ്. അതായത് ഇവിടെ 2 തവണ പലിശ കിട്ടും. ഒരു വർഷത്തിൽ എത്ര ഹാഫ് ഇയർ ഉണ്ട്? 6 മാസം, പിന്നത്തെ 6 മാസം. അപ്പൊ ആദ്യത്തെ 6 മാസം കഴിയുമ്പോൾ പലിശ കണക്കാക്കും. വീണ്ടും ആ പൈസ തന്നെ അതിനകത്തേക്ക് ഇട്ടിട്ട് പിന്നത്തെ 6 മാസം കഴിയുമ്പോൾ വീണ്ടും പലിശ കണക്കാക്കും. അങ്ങനെയാണ് ഇവിടെ. ഇവിടെ അങ്ങനെയല്ല, ഒരു വർഷം കഴിയുമ്പോഴാണ് പലിശ കണക്കാക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇവിടത്തെ ആദ്യം നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ 1 ഇയർ, ഒരു വർഷം കഴിയുമ്പോൾ ഉള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? P ഇൻറ്റു റേറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്. P 1000 ഇൻറ്റു റേറ്റ് 10/100 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് 1. ഈ 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി. 100 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 100 രൂപ. ഓക്കെ, അപ്പോൾ 100 രൂപ പലിശ കിട്ടി. 1000 രൂപ നമ്മൾ ബാങ്കിലിട്ടു. ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ 1000 പ്ലസ് 100, 1100 രൂപ നമ്മുടെ ബാങ്കിലുണ്ടാവും. ഇത് ഓർത്ത് വെക്കട്ടാ. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ഇവിടെ ഈ കേസിൽ 1100 രൂപയാണ് നിങ്ങളുടെ ബാങ്കിൽ ഉണ്ടാവുക ഒരു വർഷം കഴിയുമ്പോൾ. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? പലിശ കണക്കാക്കുന്നത് ആനുവലിയാണ്, വർഷത്തിലാണ്. അതായത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ്. ഇവിടെ അങ്ങനെയല്ല, പലിശ കണക്കാക്കുന്നത് ഹാഫ് ഇയർലി ആണ്. എത്ര ഇയർലിയാണ്? ഹാഫ് ഇയർലി. അപ്പൊ ഹാഫ് ഇയർലി ആയതുകൊണ്ട് നിങ്ങൾ ഈ ഹാഫ് കൊണ്ട് 10% ഹരിക്കണം. അതായത് ഹാഫ് ഇൻറ്റു 10 ഗുണിക്കണം. 10നെ 2 കൊണ്ട് ഹരിക്കണമെന്ന്. ഹാഫ് ഇയർ എന്ന് പറഞ്ഞാൽ ഇത് 10% 1 ഇയറിലേക്കല്ലേ. അപ്പോൾ ഹാഫ് ഇയർ എന്ന് പറഞ്ഞാൽ 10ന്റെ പകുതി എടുക്കണം. അപ്പൊ നിങ്ങൾ ഈ ഹാഫ് കൊണ്ട് 10നെ ഗുണിക്കണം. അപ്പൊ റേറ്റ് ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു ഹാഫ്. വെട്ടിപ്പോകുമ്പോൾ 5%. മനസ്സിലായോ? അതായത് ഒരു വർഷത്തേക്ക് 10% ആണെങ്കിൽ 6 മാസത്തേക്ക് അതിന്റെ പകുതി 5%. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 തവണ പലിശ കാണണം. ആദ്യത്തെ 6 മാസം കഴിയുമ്പോൾ പലിശ കാണണം, പിന്നെ 6 മാസം കഴിയുമ്പോഴും പലിശ കാണണം. അപ്പൊ നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ ഫസ്റ്റ് 6 മന്ത്, ഫസ്റ്റ് 6 മന്തില് ഇൻട്രസ്റ്റ് I1 എന്ന് എടുക്കാം. ഈക്വൽ ടു P ഇൻറ്റു റേറ്റ്. ഓക്കെ, N വേണ്ട, കാരണം എന്താ? N ഹാഫ് ഇയറിലല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ അത് 10% നമ്മൾ ഇവിടെ ആണെങ്കിൽ N 1/2 എന്ന് എടുക്കണം. ഇവിടെ ആദ്യം തന്നെ റേറ്റിന് നമ്മളിവിടെ പകുതിയാക്കി വെച്ചു. കണ്ടോ? അപ്പൊ ദിസ് ഈസ് റേറ്റ് ആൻഡ് ദിസ് ഈസ് N ഇവിടെ ഉണ്ട്. അതുകൊണ്ട് വീണ്ടും N എഴുതണ്ട. നമ്മുടെ എമൗണ്ട് ഇൻറ്റു റേറ്റ്. സോ എമൗണ്ട് എത്രയാണ്? 1000. റേറ്റ് എത്രയാണ്? 5%.
0 വെട്ടി, ഈ 0 വേണ്ടി കിട്ടി. 10 × 5 50 രൂപ. ഓക്കെ, അപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ ഈ കേസിൽ നിങ്ങൾക്ക് 50 രൂപ കിട്ടി. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ എത്ര രൂപയുണ്ട്? 1000 രൂപ ഇട്ടിട്ടുണ്ടായിരുന്നു, 50 രൂപ വന്നു 6 മാസം കഴിഞ്ഞപ്പോൾ. ഇപ്പം എത്ര രൂപയായി? 1050 രൂപ. അപ്പോൾ ലാസ്റ്റ് 6 മന്ത്, അതായത് ആഫ്റ്റർ 1 ഇയർ, ഒരു വർഷത്തിന് ശേഷം അപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ. I2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 50 പ്ലസ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത 1050 രൂപ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ 1050 നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. മക്കളെ ശ്രദ്ധിക്കുക, 1000 രൂപ നമ്മൾ ഇട്ടു, 6 മാസം കഴിഞ്ഞപ്പോൾ 50 രൂപ പലിശ കിട്ടി. ഇപ്പൊ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട്? 1000 പ്ലസ് 50, 1050, 1050. അപ്പൊ ഈ 1050 ഇനി പലിശ കണക്കാക്കുന്നത്. അപ്പൊ 1050 അവിടെ കിടപ്പുണ്ടായിരുന്നു. ലാസ്റ്റ് 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും 5%. 0 വെട്ടിപ്പോയി, ഇനി വെട്ടിപ്പോകില്ല. അപ്പൊ 105 × 5 നമുക്ക് ചെയ്യാം. 105 × 5, 5 2 2 ഇറക്കിയത് 1 5 5 525 അല്ലേ? ഡിവൈഡ് ബൈ 10. ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ ഒരു സാധനം കഴിഞ്ഞ് കുത്തിടണം. 52 രൂപ 50 പൈസ. സോ ഇവിടെ I2 എന്ന് പറയുന്നത് 52 രൂപ 50 പൈസ. ഓക്കെ, നമ്മുടെ എത്ര രൂപ ഉണ്ടായിരുന്നു അക്കൗണ്ടിൽ? 1050 ഉണ്ടായിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ ആദ്യം ഇട്ട 1000 രൂപ പ്ലസ് 6 മാസം കഴിഞ്ഞപ്പോൾ കിട്ടിയ പലിശ 50 രൂപ കൂടി ചേർത്ത് 1050 രൂപ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. പിന്നെയും 6 മാസം കൊണ്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും 5% പലിശ കണക്കാക്കുമ്പോൾ 1050 പ്ലസ് നമുക്ക് കിട്ടിയ പലിശ എത്രയാണ്? 52 രൂപ 50 പൈസ. അപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടി? 1050 പ്ലസ് 52 രൂപ 50 പൈസ എന്ന് പറയുമ്പോൾ 50 പൈസ 2 ഇറക്കിയത് 5 0 ശിഷ്ടം 1 എന്താണ് 10 11 1102 രൂപ 50 പൈസ. ഈ കേസിലോ 1100 രൂപ കിട്ടിയുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് 2 രൂപ 50 പൈസ കൂടുതൽ കിട്ടി. എന്തുകൊണ്ടാണ് അങ്ങനെ കൂടുതൽ കിട്ടിയത്? കാരണം ഇവിടെ പലിശ കണക്കാക്കിയത് 2 ഘട്ടങ്ങളായിട്ടാണ്. മനസ്സിലായോ? ഇങ്ങനെ കണക്കാക്കുന്ന കണക്കുകളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഹാഫ് ഇയറിലാണെങ്കിൽ നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി. ഹാഫ് ഇയറിൽ നിന്ന് കേട്ട് ഉടനെ തന്നെ നിങ്ങളുടെ പലിശയെ നിങ്ങൾ പകുതിയാക്കുക. അപ്പൊ അത് 5 ആയി. ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ ഒരു 6 മാസം പിന്നെ ഒരു 6 മാസം 2 തവണ. ഓക്കെ, ഇനി ഇതേ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് നമ്മുടെ ഫോർമുല ഉപയോഗിച്ച് കണക്കാക്കാം. അതാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ. ഓക്കെ, അപ്പൊ ഫോർമുല ഉപയോഗിച്ച് സാറേ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ ഡെപ്പോസിറ്റ് എമൗണ്ട് എഴുതുക. 1000 രൂപയാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തത്. റേറ്റ് എഴുതുക. റേറ്റ് = 10%. എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഹാഫ് ഇയർലി. അപ്പോൾ ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ റേറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? പകുതിയാക്കണം. ഇപ്പൊ റേറ്റ് എന്ത് ചെയ്യുക? പകുതിയാക്കാം. ഇപ്പൊ റേറ്റ് ഇൻറ്റു ഹാഫ്, ദാറ്റ് ഈസ് 10% ഇൻറ്റു ഹാഫ്. വെട്ടിപ്പോകുമ്പോൾ 5%. അപ്പൊ ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ റേറ്റ് എത്ര ശതമാനം ആക്കണം? 5%. അത് മനസ്സിലായോ? ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ പകുതിയാക്കണം, ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ പകുതിയാക്കണം. 2 കൊണ്ട് ഹരിക്കണം റേറ്റിന്. അങ്ങനെ റേറ്റ് മാറ്റുക. ഓക്കെ, ഇനി ഇവർ എത്ര വർഷത്തേക്കാണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്? അവർ പറയുന്നത് നമ്മളോട് 1 ഇയർ. ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ മനസ്സിലാവും, ഒരു വർഷത്തിൽ എത്ര ഹാഫ് ഇയർ ഉണ്ട്? 2 അപ്പോ ഒരു വർഷത്തിൽ 2 ഹാഫ് ഇയർ ആണുള്ളത്. അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഒരു വർഷത്തിലാണെങ്കിൽ 2 ഹാഫ് ഇയർ. 1.5 വർഷത്തിലാണെങ്കിലോ ഹാഫ് ഇയർ പ്ലസ് ഹാഫ് ഇയർ പ്ലസ് ഹാഫ് ഇയർ 3 ഹാഫ് ഇയർ. 2 വർഷത്തിലാണെങ്കിലോ 4 ഹാഫ് ഇയർ. 2.5 വർഷത്തിലാണെങ്കിലോ 5 ഹാഫ് ഇയർ. കണ്ടോ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഒരു വർഷത്തേക്കാണ്. ഒരു വർഷത്തിൽ എത്ര ഹാഫ് ഇയറിലുണ്ട്? 2 ഹാഫ് ഇയറിലാണ് ഒരു വർഷത്തേക്ക്. മനസ്സിലാകുന്നു? ഒരു വർഷത്തിൽ 2 6 മാസം ഉണ്ട്. അപ്പൊ 2 അത് കണ്ടുപിടിക്കണം. ഒരു വർഷത്തിൽ, 2 വർഷത്തിൽ, 3 വർഷത്തിൽ എത്ര വർഷമാണോ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അതിനകത്ത് എത്ര 6 മാസം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഒരു വർഷത്തിൽ 2 എണ്ണം, 1.5 വർഷമാകുമ്പോൾ 3 എണ്ണം, 2 വർഷമാകുമ്പോൾ 4 എണ്ണം, അങ്ങനെ ഓരോ അര വർഷം കഴിയുമ്പോഴും ഒരെണ്ണം കൂടണം. അപ്പൊ ഇവിടെ 2 ആണെന്ന് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒന്നുകൂടി പറയാം. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് 1000 രൂപ.
റേറ്റ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 10% ആനുവലി. ഓക്കെ, അപ്പോൾ ഹാഫ് ഇയർലി കണക്കാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഉടൻ തന്നെ നമ്മൾ റേറ്റിനെ ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 5%. അതവിടെ എഴുതിയിട്ട് ഇനി ഒന്നുകൂടി നോക്കുക. എത്ര വർഷത്തേക്കാണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്? 1 വർഷത്തേക്ക്. അപ്പോൾ 1 വർഷത്തിൽ എത്ര ഹാഫ് ഇയർ ഉണ്ട്? 2 അതവിടെ നോട്ട് ചെയ്യും. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായോ? ഇനി വളരെ എളുപ്പമാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വർക്കൗട്ട് ചെയ്ത പഠിച്ച ആ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അത് അറിയാവുന്ന കുട്ടികൾക്ക് ഇത് വളരെ ഈസി ആയിരിക്കും. അല്ലാത്തൊരു എപ്പിസോഡ് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ടോട്ടൽ എമൗണ്ട് ആഫ്റ്റർ 1 ഇയർ ഇസ് ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് റേറ്റ് ബൈ 100 ഹോൾ റേസ്റ്റ് n. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഇവിടെ നിങ്ങൾ എടുക്കേണ്ടത് P എന്താണ്? P 1000. 1 പ്ലസ് റേറ്റ് എത്രയാണ്? റേറ്റ് 10% ആണോ? അല്ല. എത്ര ശതമാനം റേറ്റ്? 5%. കേട്ടോ? അപ്പൊ 5/100 റേസ്റ്റ് n എത്ര ഹാഫ് ഇയർ ഉണ്ട്? 1 വർഷം കഴിയുമ്പോഴാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ 1 ഇടാൻ പാടില്ല. 1 വർഷത്തിൽ എത്ര ഹാഫ് ഇയർ ഉണ്ട്? 2. അപ്പൊ 2. അത്രയും മനസ്സിലായോ? ഓക്കെ, ഇനി എന്താ? 1000 ഇൻറ്റു ഇത് തമ്മിൽ ഗുണിക്കുക. അപ്പൊ 100 പ്ലസ് 5 ഡിവൈഡ് ബൈ 100 വീണ്ടും സ്ക്വയർ. മനസ്സിലായോ? സ്ക്വയർ എങ്ങനെ കിട്ടി? 2. 1 വർഷത്തിൽ 2 ഹാഫ് ഇയർ. Then this is equal to 1000 ഇൻറ്റു 100 പ്ലസ് 5 എന്താണ്? 105. 105 ഇവിടെ എഴുതണ്ട, നമ്മളൊരു ട്രിക്ക് പഠിപ്പിച്ചതുണ്ടല്ലോ. 100 പ്ലസ് 5 തന്നെ എഴുതാം, ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100. ഈ 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി, ഈ 0 10 താഴെ. ഓക്കെ, ഇപ്പോൾ ഇതെങ്ങനെയായി? 100 പ്ലസ് 5 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 10. 100 പ്ലസ് 5 ഹോൾ സ്ക്വയർ ചെയ്യാൻ പഠിപ്പിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സിലെ? ഓർമ്മയുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഇതാണ് മാറ്റിയാണേ. ഇപ്പൊ 100 പ്ലസ് 5 ഹോൾ സ്ക്വയർ എങ്ങനെ കാണും? ആദ്യം 100ന്റെ സ്ക്വയർ കാണാം. 100ന്റെ സ്ക്വയർ പ്ലസ് 5ന്റെ സ്ക്വയർ ആണ്. 5ന്റെ സ്ക്വയർ പ്ലസ് 2 ഇടാ ഇൻറ്റു 100. ആദ്യത്തെ ആള് 100 ഇൻറ്റു രണ്ടാമത്തെ ആള് 5. ഓക്കെ, 100ന്റെ സ്ക്വയർ എങ്ങനെ കാണും സാർ? 2 0 ഉണ്ടെങ്കിൽ 4 0 ഒക്കെ ഇരട്ടി 0 പ്ലസ് 5ന്റെ സ്ക്വയർ 25 പ്ലസ് 2 ഇൻറ്റു 100 200. 200 ഇൻറ്റു 5 1000. കണ്ടോ? ഇനി ഇതെല്ലാം കൂടി കൂട്ടാം. 10000 പ്ലസ് 25 പ്ലസ് 1000 കൂട്ടാം. 5 2 0 1 1 11025. 11025 അവിടെ എഴുതാൻ പോവുകയാണ്. 11025 ബൈ 10. അപ്പൊ നമ്മൾ പഠിച്ചേക്കണം എന്താണ്? 10 കൊണ്ട് ഹരിക്കാൻ അവിടെ നിന്ന് ഒരു സ്ഥാനം കഴിഞ്ഞ് കുത്തിടണം. സോ ദ ആൻസർ ഈസ് 1102.5. അതായത് 1102 രൂപ 50 പൈസ തന്നെ നമുക്ക് നേരത്തെ കിട്ടിയത്. ഓർക്കുന്നുണ്ടോ? 1102 50 പൈസ 2 ദിവസം കൂടുതൽ കിട്ടിയില്ലേ? ഓർക്കുന്നുണ്ടോ? അപ്പൊ നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ 6 മാസത്തെ കണ്ടു, പലിശ കണ്ടുപിടിച്ചു, കൂട്ടി, പിന്നെ 6 മാസത്തെ കണ്ടു, അങ്ങനെ 2 തവണ ചെയ്തു. അപ്പൊ 2 തവണ ചെയ്യണ്ട. നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്നിന്റെ സ്ഥലത്ത് എന്ത് കൊടുത്താൽ മതി? 2 തവണ അത് കൊടുത്താൽ മതി. മനസ്സിലായോ? 1 വർഷത്തേക്കാണെങ്കിൽ. ഈ ചോദ്യം 2 വർഷത്തേക്കാണെങ്കിൽ എന്നിന് എന്ത് കൊടുക്കണം? 4. കാരണം 2 വർഷത്തിലെ 6 മാസം 6 മാസം 6 മാസം 6 മാസം 4 തവണ എന്തുണ്ട്? 6 മാസം ഉണ്ട്. മനസ്സിലായോ? ഈ ചോദ്യം 5 വർഷത്തേക്കാണെങ്കിലോ? അപ്പൊ 1 വർഷം 2 എണ്ണം, അപ്പൊ 5 വർഷം 10. ഇവിടെ എന്ത് കൊടുക്കണം? 10 കൊടുക്കണം. ഈ ചോദ്യം 1.5 വർഷത്തേക്കാണ് കണക്കാക്കാൻ പറയുകയാണെങ്കിലോ? 1.5 വർഷത്തിൽ എത്ര ഹാഫ് ഇയർ ഉണ്ട്? ഹാഫ് ഇയർ അപ്പൊ 1 വർഷം, പിന്നെ ഹാഫ് ഇയർ, അപ്പൊ 3 ഹാഫ് ഇയർ ഉണ്ട്. ഇതാണ് ഹാഫ് ഇയറിന്റെ കേസ്. കിട്ടിയല്ലോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്ക് ക്വാർട്ടർലി ഇയർ. എന്ത് ഇയർ ആണ്? ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ 3 മാസമാണ്. എത്ര മാസമാണ്? 3 മാസം. അതായത് 12 മാസത്തിൽ 6 മാസം കണക്കാക്കാൻ നമ്മൾ 6ന് 12 ഡിവൈഡ് ചെയ്ത് 1/2. അപ്പൊ 3 മാസമാണെങ്കിൽ 3നെ 12 ഡിവൈഡ് ചെയ്യുക 1/4 ആണ്. അപ്പൊ ഇത് ഹാഫ് ഇയർലി, ഇതെന്താണ്? ക്വാർട്ടർലി. അപ്പൊ പരീക്ഷയ്ക്ക് പലിശ കണക്കാക്കുന്നത് ക്വാർട്ടർലി ആണെന്ന് പറയുമ്പോൾ 3 മാസമാണ്. എത്ര മാസമാണ്? 3 മാസം 1/4. മനസ്സിലായോ? എത്ര മാസമാണ്? 3 മാസം 1/4. ഓക്കെ, അപ്പൊ ഒരു ചോദ്യം നോക്കാം. നിങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് 1000 രൂപ. ഓക്കെ,
ബാങ്ക് നൽകുന്ന പലിശ 10%. 10 വേണ്ട, 12%. ഓക്കെ, എങ്കിൽ 1 ഇയറിന് ശേഷം എത്ര രൂപ കിട്ടും? ബാങ്ക് നൽകുന്ന പലിശ എത്ര ശതമാനമാണ്? 12%. ഒരു വർഷത്തിന് ശേഷം എത്ര രൂപ നിങ്ങൾക്ക് കിട്ടും? ടോട്ടൽ എമൗണ്ട്. ഇതാണ് ചോദ്യം. ഇവര് പറയുന്നത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ക്വാർട്ടർലി എന്ന് വെച്ചാൽ 1/4. ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2. ക്വാർട്ടർലി എത്രയാണ്? 1/4. ക്വാർട്ടർലി എത്രയാണ്? 1/4. ക്വാർട്ടർലി 1/4. ഹാഫ് ഇയർലി 1/2. ഹാഫ് ഇയർലി 1/2. 1/2 1/2 1/2 ഹാഫ് ഇയർലി. ക്വാർട്ടർലി 1/4 1/4. ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ 3 മാസം. ഉറപ്പിച്ചോ? ഓക്കെ, അപ്പൊ ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ 1/4. അപ്പൊ 1/4 ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇൻട്രസ്റ്റ് ഇവിടെ എത്രയുണ്ട്? 12% ഇല്ലേ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു 12% ഇൻറ്റു 1/4. അപ്പൊ ഈ 12% നമ്മൾ 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാം? 4 ഇവിടെ ഒരു പ്രാവശ്യം പോയി, 12 3 പ്രാവശ്യം പോയി. കണ്ടോ? സോ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 3%. എത്ര ശതമാനമാണ്? 3%. എത്ര ശതമാനമാണ്? 3%. മനസ്സിലായോ? അപ്പോ നിങ്ങൾ എടുക്കേണ്ടത് എമൗണ്ട് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് റേറ്റ് ബൈ 100 ഹോൾ റെസ്റ്റ് n. എമൗണ്ട് എത്രയാണ്? 1000. 1 പ്ലസ് 3/100. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് n. എത്ര തവണയുണ്ട്? 3 മാസം ഒരു വർഷത്തിൽ എത്ര തവണയുണ്ട്? 3 മാസം. ഒരു 3 മാസം ചെയ്യുമ്പോൾ 6 മാസം. ഒരു 3 മാസം ചെയ്യുമ്പോൾ 9 മാസം. ഒരു 3 മാസം കൂടി ചെയ്യുമ്പോൾ എന്താണ്? 12 മാസം. അങ്ങനെ 4 തവണയുണ്ട്. അപ്പോൾ ഒരു വർഷത്തിൽ 3 മാസം ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ 4 തവണയുണ്ട്. ഓക്കെ, ഒരു വർഷത്തിൽ ക്വാർട്ടർലി എത്ര തവണയുണ്ട്? 4 തവണയുണ്ട്. 1.5 വർഷത്തിലോ? ഒരു 2 കൂടി കൂടണം. അപ്പോൾ എത്രയായി? 6 തവണ. 2 വർഷമാണെങ്കിലോ? ഒരു വർഷത്തിൽ 4 തവണ. അപ്പോൾ 2 വർഷത്തിലാവുമ്പോൾ എൻ്റെ ഇരട്ടി 8 തവണ. അപ്പോൾ ഇവിടെ ഒരു വർഷത്തേക്കായതുകൊണ്ട് ഇവിടെ നിങ്ങൾ എന്നിന് 4 എന്ന് ഇടണം. മനസ്സിലായോ? എന്നെ എന്ത് ഇടണം? 4 എന്നിടണം. എങ്ങനെ എനിക്ക് 4 തോന്നുന്നു സാർ? 3 മാസത്തേക്കാണ്. ഒരു വർഷത്തിൽ 12 മാസമുണ്ട്. 12 മാസത്തിൽ 3 മാസം 4 പ്രാവശ്യം വരും. 3 മാസം, പിന്നെ അടുത്ത 3 മാസം അപ്പോൾ 6 ആയി, പിന്നെ അടുത്ത 3 മാസം ഇപ്പോൾ 9 ആയി, പിന്നെ അടുത്ത 3 മാസം അപ്പോഴേ 12 ആവുള്ളൂ. അപ്പം 4 തവണ വരും. ഓക്കെ, ഒരു വർഷത്തിൽ 3 മന്ത് എത്ര പ്രാവശ്യം വരും? 4 തവണ വരും. അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇൻട്രസ്റ്റിനെ നിങ്ങൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്കിത് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു 1000 ഇൻറ്റു ഇവിടെ ഗുണിച്ചു 100 പ്ലസ് 3/100 റേസ് ടു 4. സോ ദിസ് ഇസ് ഈക്വൽ ടു 1000 ഇൻറ്റു 100 പ്ലസ് 3 ഹോൾ റേസ് ടു 4 ഡിവൈഡ് ബൈ 100 4 പ്രാവശ്യം 1 2 3 4. ഓക്കെ, അപ്പോൾ ഈ 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി, ബാക്കിയൊന്നും വെട്ടിപ്പോകില്ല. ഇനി 100 പ്ലസ് 3 ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞല്ലോ. 100 പ്ലസ് 3 ഹോൾ സ്ക്വയർ ഇൻറ്റു 100 പ്ലസ് 3 ഹോൾ സ്ക്വയർ. ഇങ്ങനെയൊക്കെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 2 വെച്ചാക്കി. ഇവിടെ 4 ഉണ്ട്, ഇപ്പോൾ 2 വെച്ചാക്കി. ഡിവൈഡഡ് ബൈ താഴെ ഇവിടെ 100 ഇൻറ്റു 100 ഇൻറ്റു 10. ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ നമ്മൾ ചെയ്യണം. 100 പ്ലസ് 3 ഹോൾ സ്ക്വയർ എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കാം. 100 പ്ലസ് 3 ഹോൾ സ്ക്വയർ എന്താണ് മക്കളെ? ഈ 4 നമ്മളിവിടെ 2 പ്ലസ് 2 കണ്ടോ, 2 ആക്കി തിരിച്ചു. ഇത് 4 തവണയുണ്ട്. അപ്പോൾ 2 തവണ ഒരു പ്രാവശ്യം ഗുണിച്ചു, 2 തവണ രണ്ടാമത് ഗുണിച്ചു. ഈ 100 പ്ലസ് 3 100 പ്ലസ് 3 100 പ്ലസ് 3 100 പ്ലസ് 3 4 തവണ ഗുണിക്കണം. അതിനിപ്പോൾ 1002 ഗുണിച്ച് ഇവിടെ ചുരുക്കി എഴുതി 100 പ്ലസ് 3 സ്ക്വയർ. ലാസ്റ്റ് 2 ചുരുക്കി 100 പ്ലസ് 3 ഹോൾ സ്ക്വയർ എന്ന് എഴുതി. കണ്ടോ, ഇത് 2 സെയിം ആണ്. ഒരെണ്ണം കണ്ടുപിടിക്കുക, അത് തന്നെ ഇപ്പുറത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ 100 പ്ലസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ പ്ലസ് 2 എഴുതുക ഇൻറ്റു 100 ഇൻറ്റു 3. ഓക്കെ, അപ്പോൾ 100ന്റെ സ്ക്വയർ എത്രയാണ്? 4 0 പ്ലസ് 3ന്റെ സ്ക്വയർ എത്രയാണ്? 9 പ്ലസ് 2 ഇൻറ്റു 100 200 ഇൻറ്റു 3 600. 10 3 0 പ്ലസ്
9 പ്ലസ് 600 9 0 609 ഇവിടെ അതിനെടുത്തു രണ്ട് സെയിം ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 10609 ഇൻറ്റു 10609 ഡിവൈഡ് ബൈ 100 ഇൻറ്റു. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 100 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ ഇതിനെന്താണ് 100 കൊണ്ട് ഹരിക്കണം, ഇതിനെ 100 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ചെറുതാക്കിയിട്ട് നമുക്ക് ചെറുതാക്കി എഴുതാം. ഇതിന് 100 കൊണ്ട് ഹരിക്കുമ്പോൾ 106.09 ഇൻറ്റു ഇതിന് 100 കൊണ്ട് ഹരിക്കുമ്പോൾ 106.09 ചെറുതായി. അപ്പോൾ 106.09 എന്ന് പറഞ്ഞാൽ നിസ്സാരമുള്ളൂ, 106 എടുത്താൽ മതി. 106 ഇൻറ്റു 106 നമുക്ക് ചെയ്യാം. 106 ഇൻറ്റു 106 6 6 36 6 ശിഷ്ടം 3 6 0 0 3 എഴുതി 1 6 6 ഇതൊക്കെ 0 1 6 6 1 0 0 1 1 6 3 6 6 12 2 ശിഷ്ടം 1. ഓക്കെ, അപ്പൊ 106 ഇൻറ്റു 106 ഇവിടെ ഒരു 10 കൂടി ഉണ്ടായിരുന്നു കേട്ടോ, താഴെ ഒരു 10 കൂടി ഉണ്ട്, അതാണ് നോക്കിയത്. അപ്പൊ ഡിവൈഡ് ബൈ 10 കൂടി ഉണ്ട്. അത് നമുക്ക് കിട്ടിയ ഫൈനൽ ആൻസർ ഇതാണ് കിട്ടിയത്. അതായത് 1 1 2 3 6 താഴെ ഒരു 10 കൂടി ഉണ്ട്. അപ്പൊ 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു സാധനം കഴിഞ്ഞ് കുത്തിടാം. സോ 1123.60 ചുരുക്കി പറഞ്ഞാൽ 1123 രൂപയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. സാർ ഇവിടെ 0.9 ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അത് കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസമാണെങ്കിൽ അത് 1 വർഷത്തേക്കാണെങ്കിൽ നിങ്ങൾ എന്താണ് 4 തവണ കാണണം. മുകളിൽ 4 തവണ കിട്ടിയോ? ഇപ്പൊ ക്വാർട്ടർലി എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് 1 ഇയറിലേക്കാണെങ്കിൽ 4 തവണ, ഹാഫ് ഇയറിലേക്കാണെങ്കിലോ 2 തവണ, 1.5 വർഷമാണെങ്കിലോ 4 + 2 6 തവണ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹാഫ് ഇയർലി ക്വാർട്ടർലി എന്ന് കേൾക്കുമ്പോൾ 3 മാസം മനസ്സിലേക്ക് വരണം. അപ്പോൾ 1 വർഷത്തിൽ എത്ര 3 മാസം ഉണ്ട്? 4. 1.5 വർഷം പറഞ്ഞു കഴിഞ്ഞാൽ അര വർഷം കൂടി ചേർന്നു. അപ്പോൾ അര വർഷത്തിൽ എത്രയുണ്ട്? 2 കൂടി ഉണ്ട്. അപ്പോൾ 1 വർഷത്തിൽ 4 പ്ലസ് അര വർഷത്തിൽ 2 4 2 6 എണ്ണമാണ് ഇവിടെ ഉള്ളത്. അത്രയും ഒന്നും ചോദിക്കില്ല, ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളിങ്ങനെ ഹാഫ് ഇയർലിയും ക്വാർട്ടർലിയാണ് എക്സാമിന് ചോദിക്കാനായിട്ട് സാധ്യത. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, പേജ് നമ്പർ 92 എടുക്കുക. അതിൽ ചേഞ്ചിങ് ടൈംസ് എന്ന് പറയുന്ന ഹെഡിങ്ങിന് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അമ്പിളി ഡെപ്പോസിറ്റഡ് 12,000 rupees ഇൻ എ ബാങ്ക്. അമ്പിളി 12,000 രൂപ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു. അപ്പോൾ നിക്ഷേപ തുക എന്ന് പറയുന്നത് P 12,000 രൂപ. ശരി, എന്നിട്ട് വിച്ച് പേയ്സ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. ഹാഫ് ഇയർലി. ഓക്കെ, ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ശ്രദ്ധിക്കണം, ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 വർഷത്തേക്കുള്ള പലിശയാണ്. അപ്പൊ റേറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 8%. ഹാഫ് ഇയർലി അല്ലേ? അപ്പൊ നിങ്ങൾ റേറ്റ് എന്ത് ചെയ്യണം? 8 × 1/2 വെട്ടി ഹരിക്കുക 4%. ഓക്കെ, യെസ്. ഹൗ മച്ച് വുഡ് ഷി ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 1 year? 1 വർഷത്തിന് ശേഷം അവൾക്ക് എത്ര രൂപ തിരിച്ചു കിട്ടും? 1 വർഷത്തിന് ശേഷം. അപ്പൊ ഹാഫ് ഇയർലി ആണെങ്കിൽ 1 വർഷത്തിൽ എത്ര ഹാഫ് ഇയറിലുണ്ട്? 2. സോ n = 2. എല്ലാം കിട്ടിയില്ലേ? കിട്ടി. ഇനി അമൗണ്ടിന്റെ ഫോർമുല എഴുതാലോ. P × 1 + rate by 100 whole raised to n അല്ലേ? യെസ്. എന്താണ് P? 12,000. ഓക്കെ, × 1 + എന്താണ് റേറ്റ്? 8% അല്ല, ഹാഫ് ഇയറിലാണ്. അപ്പൊ 8 ഹാഫ് കൊണ്ട് ഗുണിക്കണം 4%. അപ്പൊ 4. എത്ര എണ്ണം? എന്നിന്റെ വില എന്താ? 1 വർഷത്തേക്കാണ് ചോദിച്ചേക്കണം. അപ്പൊ 1 വർഷത്തിൽ 2 ഹാഫ് ഇയറിൽ. അപ്പൊ n = 2. ഇനി ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 12,000 ഇൻറ്റു ഇതകത്തേക്ക് ഗുണിക്കുക. അപ്പൊ 100 + 4 ഡിവൈഡ് ബൈ 100 ഹോൾ സ്ക്വയർ. കണ്ട, ഇത് ഇങ്ങോട്ട് ഗുണിക്കുമ്പോൾ 100 + 4 100 + 4 തന്നെ ഇടാം. 104 എഴുതരുത്. ഓക്കെ, 12,000 ഇൻറ്റു 100 + 4 2 തവണ ഡിവൈഡ് ബൈ 100 2 തവണ. ഈ 0 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി, 10 അവിടെ കിടപ്പുണ്ട്. അവിടെ കിടന്നോട്ടെ.
ഈ 100 + 4 ഹോൾ സ്ക്വയർ നമുക്ക് ചെയ്യണം. നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ നേരം അത് പഠിപ്പിക്കാം. 100 + 4 ഹോൾ സ്ക്വയർ, 100 + 4 ഹോൾ സ്ക്വയർ എങ്ങനെ കാണും? ആദ്യം 100ന്റെ സ്ക്വയർ, 100ന്റെ സ്ക്വയർ പ്ലസ് പിന്നെ 4ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ പ്ലസ് 2 × 100 × 4. ഓക്കെ, 100ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 0 4 0 വെക്കുക. 4ന്റെ സ്ക്വയർ 16, 4 × 4 16, 2 × 100 200 × 4. സോ 10,000 പ്ലസ് 16 പ്ലസ് 200 × 4 എന്ന് പറഞ്ഞാൽ 800. എല്ലാവരുടെയും കൂട്ടാം. അപ്പോൾ 10,000 പ്ലസ് 16 പ്ലസ് 800, 6 1 8 0. നമുക്ക് എന്ത് ആൻസർ കിട്ടി? 10,816 കിട്ടി. സോ 12 ഇവിടെ കിടപ്പുണ്ട്, അത് മറക്കരുത്. ഇൻറ്റു 10,816/10. അപ്പൊ 12 കൊണ്ട് ഇതിനെ എന്ത് ചെയ്യണം? നമ്മൾ ഗുണിക്കണം. അവസാനം 10 കൊണ്ട് എന്ത് ചെയ്യണം? ഹരിക്കണം. വീണ്ടും നമുക്ക് ഗുണനത്തിലേക്ക് പോവാം, മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോവാം. നോക്കാം. 10,0,8,1,6 × 12. 6 2 12, ശിഷ്ടം 1, 1 2 2 1 3, 8 2 16 6, ശിഷ്ടം 1, 2 0 0, 1 2 എന്താണ് സോറി 8 2 16 6, ശിഷ്ടം 1, 2 × 0 0 0 + 1 1, 1 2 2. ഓക്കെ, ഇതിന് 1 6 6, 1 1 1, 1 8 8, 1 0 0, 1 1 1. 2 6 3 9, 6 1 7, 8 1 9 2. സോ 1,29,792 കിട്ടാം. അപ്പൊ അതവിടെ എഴുതാം. 1,29,792 ഡിവൈഡ് ബൈ 10. അപ്പൊ നമ്മൾ 10 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒരു സ്ഥാനം കഴിഞ്ഞ് നമുക്ക് തുടങ്ങണം. അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 1,2,9,7,9.2. 12,979 രൂപയാണ് നമുക്ക് എന്താണ് കിട്ടുക. അപ്പോൾ ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിരിക്കുന്നത് 1.5 വർഷത്തേക്ക് ചോദിച്ചിട്ടുണ്ട്. എത്ര വർഷത്തേക്കാണ്? 1.5 വർഷത്തേക്ക്. അപ്പോൾ 1.5 വർഷത്തേക്ക് നാവുമ്പോൾ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? 1.5 വർഷം. ഓക്കെ, 1.5 വർഷം എന്ന് പറയുമ്പോൾ എവിടെയാണ് സാർ മാറ്റം വരുത്തേണ്ടത്? എമൗണ്ട് ഇസ് ഈക്വൽ ടു P × 1 + rate by 100 raised to. ഇവിടെയാണ് മാറ്റം വരുത്തേണ്ടത്. 1.5 വർഷത്തിൽ എത്ര ഹാഫ് ഇയർ ഉണ്ട്? 1 വർഷത്തിൽ 2 എണ്ണം. 1.5 വർഷത്തിൽ 3. അപ്പോൾ ഇവിടെ 3 നിര കണ്ടോ? ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇസ് ഈക്വൽ ടു 12,000 × 1 + 4% raised to 3. അതായത് സെയിം ക്വസ്റ്റ്യൻ തന്നെ എന്താണ് 1.5 വർഷം കഴിഞ്ഞിട്ടാണ് എങ്കിൽ എത്ര രൂപ കിട്ടും. അപ്പോൾ നമ്മൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം ചെയ്തേക്കണ പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തേക്കണ പോലെ ചെയ്യുകയാണെങ്കിൽ 6 മാസത്തെ കാണണം, പിന്നത്തെ 6 മാസത്തെ കാണണം, പിന്നത്തെ 6 മാസത്തെ കാണണം, പിന്നത്തെ 6, അങ്ങനെ 3 തവണ കാണണം. 6 മാസം 6 മാസം 6 മാസം. അപ്പോൾ നമുക്ക് അതിന് നേരമില്ല, നമുക്ക് ഈ ഫോർമുലയിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 12,000 ഇൻറ്റു ഇത് ഇങ്ങോട്ട് ഗുണിക്കുമ്പോൾ 100 100 + 4 എന്താണ് സാറ് പെട്ടെന്ന് എഴുതേണ്ടത്? 100 + 4 എത്ര പ്രാവശ്യം വരും? 3 പ്രാവശ്യം വരും. ഓക്കെ, താഴെ 100 എത്ര പ്രാവശ്യം എത്തണം? 3 പ്രാവശ്യം. 100 × 100 × 100. ഓക്കെ, then ഈ 0 0 വെട്ടിപ്പോയി, 0 0 വെട്ടിപ്പോയി, ഈ 0 0 വെട്ടിപ്പോയി, ഈ 0 0 വെട്ടിപ്പോയി. കിട്ടിയല്ലോ? യെസ്. 12 ഇൻറ്റു 100 + 4 3 തവണ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 2 തവണ എടുക്കാം. 100 + 4 2 തവണ, പിന്നെ ഒരു 100 + 4 കൂടി ഡിവൈഡ് ബൈ താഴെ എന്തൊക്കെയുണ്ട്? 100 × 10. ഇതിനകത്ത് ഈ 100 + 4 2 തവണ എന്നുള്ളത് നമുക്ക് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടിയതായിരുന്നു. 100 + 4 അത് നമ്മൾ ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. 100 + 4 കൂട്ടി എഴുതാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത് 100 + 4 104 എന്നാക്കി എഴുതിയില്ല, ഈ ഒരെണ്ണം മാത്രം. ഓക്കെ, ഈ 100 + 4 ഹോൾ സ്ക്വയർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ കാൽക്കുലേറ്റർ ഇല്ലാണ്ട് ചെയ്യാം. 100 + 4 ഹോൾ സ്ക്വയർ നമ്മൾ നേരത്തെ ചെയ്തതാണ്, സാർ മാറ്റി കളഞ്ഞു, കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചെയ്യാം. 100 + 4 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100ന്റെ സ്ക്വയർ അത് 10,000 പ്ലസ് 4ന്റെ സ്ക്വയർ 16, 2 × 100 × 4 എന്ന് പറഞ്ഞാൽ 10,000. ഇത് എത്രയാണ്? 800 കിട്ടും. 4 × 2 8, 800, 816.
ഓക്കെ. അപ്പം 10,816 ആണ് നമുക്ക് കിട്ടുക. അതിവിടെ എഴുതാം. ഈക്വൽ ടു 12 ഇൻറ്റു 10,816 ഇൻറ്റു 104 ഡിവൈഡ് ബൈ ഇവിടെ 100 ഇൻറ്റു 10. കണ്ടോ, വലിയൊരു സംഖ്യ നമുക്ക് കിട്ടാൻ. അതായത് ഇതിനെ നമ്മൾ 104 കൊണ്ട് ഗുണിക്കണം, പിന്നെ 12 കൊണ്ട് ഗുണിക്കണം, കുറേ പണിയുണ്ട്. നോക്കാം. അപ്പം ആദ്യം നമുക്ക് 10,816 ഇൻറ്റു ഇത് ചെയ്യാം 104. ഓക്കെ. 6 ശിഷ്ടം 2, ഒരു 4 2 6, 4 32 2 ശിഷ്ടം 3, 4 0 0 3 കൂട്ടി എഴുതി, ഒരു 4 4 0 ഒക്കെ 0. ഇനി ഒന്നുകൊണ്ട് ഗുണിക്കാൻ എളുപ്പമാണ്. എന്താണ്, ഒരു 6 6, ഒരു 1 1, ഒരു 8 8, ഒരു 0 0, ഒരു 1 1, 4 6 6 2 8, 3 1 4, 8 4 12 2 ശിഷ്ടം 1 1 1. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. കഴിഞ്ഞിട്ടില്ല. അത് നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 12 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 1 1 2 4 8 6 4 ഇൻറ്റു 12. ഓക്കെ. 4 2 8, 6 2 12 2 ശിഷ്ടം 1, 2 2 16 1 17 7 ശിഷ്ടം 4 8 1 9, ഈ 2 4, ഒരു 2 2, ഒരു 2 2. ഒന്നുകൊണ്ട് ഗുണിക്കും, ഒരു 4 4, ഒരു 6 6, ഒരു 8 8, ഒരു 4 4, ഒരു 2 2, ഒരു 1 1, ഒരു 1 8 4 2 6 12 13 3 ശിഷ്ടം 1 8 9 9 12 8 ശിഷ്ടം 5 4 9, 4 9 2 2 4 3. ഇത്രയും കിട്ടും. താഴെ നിന്ന് കിടപ്പുണ്ട് 100 ഇൻറ്റു 100 100 ഇൻറ്റു 10 കിടപ്പുണ്ട്. മോളിത്തെ ആൻസർ 13 4 9 8 3 6 8. താഴെ 100 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ എത്ര പൂജ്യം? 1 2 3 3 സാധനം കഴിഞ്ഞ് കുത്തണം. ഇവിടെ 3 സാധനം കഴിഞ്ഞ് കുത്തണം. ഇതാണ് ആൻസർ. 13,498 രൂപ 36 പൈസ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നത് 13,498 എന്ന് മാത്രം കൊടുത്തിട്ടുള്ളൂ, കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട്. നമ്മൾ അത് കഴിഞ്ഞിട്ട് 3 സാധനം കൂടി എന്താണ് കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ശരിയാണ്. മനസ്സിലായോ? 2 കഴിഞ്ഞിട്ടുള്ള ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചെക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ 3 കഴിഞ്ഞിട്ടുള്ള ആൻസർ, അതായത് 1.5 വർഷം കഴിഞ്ഞുള്ള എമൗണ്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് 13,498 ആണ്. നമുക്ക് കിട്ടിയത് 13,498 രൂപ 36 പൈസ. ഇപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ പോയിന്റ് എന്താണ് മക്കളെ? പോയിന്റ് ഇതാണ്. നിങ്ങളുടെ ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേറ്റ്, ഇൻട്രസ്റ്റിനെ നിങ്ങൾ ഹാഫ് ആക്കുക. ഓക്കെ. ദെൻ 1 വർഷമാണോ 1.5 വർഷമാണോ പരീക്ഷയ്ക്ക് ചോദിച്ചിങ്ങനെ നോക്കാം. 1 വർഷമാണെങ്കിൽ ഹാഫ് ഇയറിൽ 2 തവണ, അപ്പോൾ n = 2. 1.5 വർഷമാണെങ്കിൽ ഹാഫ് ഇയറിൽ 3 തവണ, അപ്പോൾ n = എന്താണ്? 3. ഇനി 2 വർഷമാണെങ്കിൽ ഹാഫ് ഇയർ അപ്പോൾ 1 വർഷം, ഹാഫ് ഇയർ 1 വർഷം, അപ്പോൾ 4 തവണ. അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. 3 തവണയാണ് എന്നിന് കൊടുക്കണമെങ്കിൽ ആദ്യത്തെ 2 തവണ നമ്മൾ നേരത്തെ ചെയ്ത പോലെ സ്ക്വയർ ആക്കി എഴുതുക. ഒരാൾ നമ്മൾ ആഡ് ചെയ്തിട്ട് അവിടെ എഴുതുക. എന്നിട്ട് അവസാനം ഗുണിക്കണം, എല്ലാം കൂടി ഗുണിക്കണം. കണ്ടല്ലോ? ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ആൻസറിലേക്ക് എത്തും. ഓക്കെ. അപ്പോൾ ഒന്നും കൂടി റിവൈസ് ചെയ്യുക. ഇനി ക്വാർട്ടർലി ആണെങ്കിൽ ചെയ്യണമെങ്കിൽ 1/4 കൊണ്ട് ഗുണിക്കുക. 1/4. 1 വർഷം ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ എത്ര തവണ? n = 4. 1.5 വർഷം ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ 6. ഓക്കെ. ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ 3 മാസം. ക്ലിയർ ആണ്? യെസ്. ഇനി നമുക്ക് നമ്മുടെ എന്താണ് ക്വസ്റ്റ്യനിലേക്ക് പോവാം, അതായത് നമ്മുടെ എക്സസൈസിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 93 എടുക്കുക. അത് എക്സസൈസിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. അരുൺ ഡെപ്പോസിറ്റഡ് 5,000 rupees ഇൻ എ ബാങ്ക്. അരുൺ ഒരു ബാങ്കിൽ 5,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. വിച്ച് കോമ്പൗണ്ട്സ് ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി. ഹാഫ് ഇയർലി ആണ് അവിടെ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. ആൻഡ് മോഹൻ ഡെപ്പോസിറ്റ് സെയിം എമൗണ്ട് ഇൻ അനദർ ബാങ്ക്. മോഹൻ വേറൊരു ബാങ്കിൽ സെയിം എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. വിച്ച് കോമ്പൗണ്ട്സ് ഇൻട്രസ്റ്റ് ക്വാർട്ടർലി. അത് ക്വാർട്ടർലി ആണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 6% അറ്റ് ബോത്ത് ദ ബാങ്ക്. ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6%. 2 ബാങ്കിലും 6% ആണ്. ഹൗ മച്ച് മോർ വുഡ് മോഹൻ ഗെറ്റ് ആഫ്റ്റർ 1 year. 1 വർഷത്തിന് ശേഷം മോഹന് എത്ര രൂപയാണ് കൂടുതൽ കിട്ടിയതെന്ന് നിങ്ങൾ കണ്ടെത്തണം. എത്ര രൂപ കൂടുതൽ കിട്ടി? അപ്പോൾ ഒന്നും കൂടി ചോദ്യം നമുക്ക് വായിക്കാം. ആദ്യം ഒരാളുടെ എടുക്കാം. അരുൺ എത്ര രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്? അരുൺ ഡെപ്പോസിറ്റഡ് 5,000 rupees. അപ്പോൾ അരുണിൻ്റെ കേസ് ആദ്യം നമുക്ക് ചെയ്യാം. അരുണിൻ്റെ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തത് 5,000. അത്രയും ക്വസ്റ്റ്യൻ ആദ്യത്തെ സെൻറ്റൻസ് മനസ്സിലാവുമല്ലോ. ഓക്കെ. ഇത് ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലിയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഹാഫ് ഇയർലി.
ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് തന്നിരിക്കുന്നത് നോക്കാം. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 6% അറ്റ് ബോത്ത് ദ ബാങ്ക്. അങ്ങനെ സെന്റൻസ് കണ്ടോ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നോക്കിയാൽ മൂന്നാമത്തെ സെന്റൻസ് ദ റേറ്റ് ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 6% അറ്റ് ബോത്ത് ദ ബാങ്ക്സ്. രണ്ട് ബാങ്കിലും 6%. അപ്പൊ റേറ്റ് 6%. അപ്പൊ ഹാഫ് ഇയർലി എന്ന് പറഞ്ഞപ്പോ റേറ്റ് മാറിയില്ലേ? 6% എന്ത് ചെയ്യണം? ഇൻറ്റു 1/2 എന്ന് പറയുമ്പോൾ വെട്ടി പോകുമ്പോ എന്താവും? 3%. ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ നിങ്ങൾ റേറ്റിനെ പകുതിയാക്കുക, 3%. ഇനി ഹൗ മച്ച് മോർ വുഡ് മോഹൻ ഗെറ്റ് ആഫ്റ്റർ 1 ഇയർ? ഒരു വർഷത്തിന് ശേഷം മോഹന് എത്ര രൂപ കിട്ടും? ഇതാണ് ചോദ്യം. ആരെക്കാളും? അരുണിനേക്കാളും. അപ്പോൾ ഒരു വർഷത്തിന് ശേഷം അരുൺ എത്ര കിട്ടുമെന്ന് അറിയണം, ഒരു വർഷത്തിന് ശേഷം മോഹൻ എത്ര കിട്ടുമെന്ന് അറിയണം. രണ്ടും കൂടി കുറയ്ക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു വർഷമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 1 ഇയർ. അപ്പോൾ എന്നിൽ നിന്ന് നിങ്ങൾ പറയാം എന്നെ 1 ഇയർ എന്ന് പറയുമ്പോൾ എന്നെ എത്ര തവണ ഉണ്ടാവും? എന്നെ 2 തവണ. കാരണം ഹാഫ് ഇയറിലാണ്. ഒരു വർഷം കഴിയുമ്പോൾ എത്ര ഹാഫ് ഇയർ ഉണ്ട്? 2 ഹാഫ് ഇയർ. അപ്പൊ n is equal to 2. ഈസി അല്ലേ? amount is equal to p into 1 plus rate by 100 whole raised to n. So amount is equal to, what is the p? 5000. 1 plus what is r? 3% by 100 whole raised to n. What is n? 2. So this is equal to 5000 into ഇത് അങ്ങോട്ട് ഗുണിക്കുക 100 പ്ലസ് 3. അത് 2 തവണ ഡിവൈഡ് ബൈ 100 2 തവണ 100 ഇൻറ്റു 100. ക്ലിയർ? അപ്പൊ നമ്മൾ 100 പ്ലസ് 3ന്റെ സ്ക്വയർ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കണ്ടെത്തണം. 100 പ്ലസ് 3ന്റെ സ്ക്വയർ നമുക്ക് കണ്ടെത്താം. 100 പ്ലസ് 3ന്റെ സ്ക്വയർ എങ്ങനെയാണ് കാണേണ്ടത്? 100 പ്ലസ് 3 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 100ന്റെ സ്ക്വയർ. 100ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ. 3ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 100 ഇൻറ്റു എന്താണ്? 3. ഓക്കെ. അപ്പൊ ആദ്യം 100ന്റെ സ്ക്വയർ പ്ലസ് പിന്നെ 3ന്റെ സ്ക്വയർ പ്ലസ് പിന്നെ 2 ഇൻറ്റു 100 ഇൻറ്റു 3. ഓക്കെ. അപ്പൊ 100ന്റെ സ്ക്വയർ ആകുമ്പോൾ എന്താണ്? ഇവിടെ 4 0 പ്ലസ് 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. 2 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 200 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 10000 പ്ലസ് 9 പ്ലസ് 600 അല്ലേ? 600 പ്ലസ് 9 609. 10609 നിങ്ങൾ ഗുണിച്ച് കൂട്ടുക. സോ ദിസ് ഇസ് ഈക്വൽ ടു 5000 ഇൻറ്റു ഇവിടെ എന്ത് കിട്ടി? 10609 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100. അപ്പൊ 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി. സോ ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 10609 ബൈ 10. അപ്പൊ ഇതിനെ 5 കൊണ്ട് ഗുണിക്കണം. നോക്കാം. ഇൻറ്റു 5. 9 5 45 സിസ്റ്റം 4. I 0 0. ഇപ്പൊ 4 ഇറക്കി എഴുതി. 6 5 30 0 സിസ്റ്റം 3. I 0 0 3 ഇറക്കി എഴുതി. 1 5 5. ഇപ്പൊ കിട്ടുന്ന ആൻസർ പറഞ്ഞത് എന്താണ്? 53 0 45 സിക്കൽ 53 0 45 ഡിവൈഡ് ബൈ താഴെ ഒരു 10 ഉണ്ട്. 10 കൊണ്ട് ഹരിക്കാനായിട്ട് സാറ് എളുപ്പം മാർഗം പറഞ്ഞാൽ ഒരു സ്ഥാനം കഴിഞ്ഞ് കുത്തിട്ടാൽ മതി. സോ ദ ആൻസർ ഈസ് 5304 രൂപ 50 പൈസ. 5304 രൂപ 50 പൈസ. ഇതാണ് നമ്മുടെ അരുണിന് എന്താണ് ഒരു വർഷം കഴിയുമ്പോൾ അരുണിന് കിട്ടുന്ന പൈസ. 5304 രൂപ 50 പൈസ. എഴുതിയോ എല്ലാവരും? ഓക്കെ. ഇത് ഒരു സൈഡിൽ അവിടെ എഴുതിയിടാം. അതായത് ആഫ്റ്റർ 1 ഇയർ, ഒരു വർഷത്തിന് ശേഷം അരുണിന് കിട്ടുന്ന പൈസ 5304 രൂപ 50 പൈസ. സാർ ഇവിടെ എഴുതിടാൻ പോവുകയാണ്. ആഫ്റ്റർ 1 ഇയർ അരുണ് കിട്ടുന്നത് 5304 രൂപ 50 പൈസ. ഇത് കൊടുക്കണം. ഇത് നമുക്ക് പിന്നെ വേണം. ഓക്കെ. ഇതൊക്കെ മോഹന്റെ കേസിലേക്ക് വരാം. മോഹൻ ഇതേ എമൗണ്ട് തന്നെ വേറൊരു ബാങ്കിലിട്ട്, പക്ഷെ അവിടെ ക്വാർട്ടർലി ആണ് പലിശ കണക്കാക്കുന്നത്. അപ്പോൾ മോഹന്റെ കേസ് പറയാൻ പറ്റും. മോഹൻ ഇട്ടത് എമൗണ്ട് എത്രയാണ്? 5000. ഓക്കെ. റേറ്റ് എത്രയാണ്? റേറ്റ് നമ്മൾ പറഞ്ഞു 6%. എങ്ങനെയാണ് ഇടുന്നത്? ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ 1/4. ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ 1/4. അപ്പൊ 6% നിങ്ങൾ 1/4 ഗുണിക്കണം. അപ്പൊ റേറ്റ് 6% ഇൻറ്റു 1/4. അപ്പോൾ ഇവിടെ 2 കൊണ്ട് വെട്ടുമ്പോൾ നമുക്ക് 3 2 കിട്ടും. 3 2 കൊണ്ട് ഇരിക്കും 1.5. ശ്രദ്ധിക്കുക നിങ്ങൾ. 6ൽ 2 3 പ്രാവശ്യം, 4ൽ 2 2 പ്രാവശ്യം.
അപ്പോൾ 3ഉം 2ഉമായി 3ന്റെ ബൈ 2 എന്ന് പറഞ്ഞാൽ 3ന്റെ പകുതി 1.5%. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അറിയേണ്ടത് ക്വാർട്ടർലി. ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ എന്നിന്റെ വില എന്താണ്? സാറ് പറഞ്ഞു 1 ഇയർലി ക്വാർട്ടർലി 4 എണ്ണം ഉണ്ടാവും. 3 മാസം 3 മാസം 3 മാസം 3 മാസം. അപ്പോൾ n is equal to 4. Then amount is equal to P into 1 plus rate by 100 whole raised to n is equal to P എന്ന് പറഞ്ഞാൽ നമ്മുടെ 5000 into 1 plus rate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര ശതമാനം? 1.5%. റേസ് ടു n എന്ന് എത്രയാണ്? 4. മനസ്സിലായോ? ഇത് വലിയ കാൽക്കുലേഷനാണ്. 5000 ഇൻറ്റു 100 ഇൻറ്റു 1 100 പ്ലസ് 1.5 100 പ്ലസ് 1.5 ഹോൾ റേസ് ടു 4 ഡിവൈഡ് ബൈ 100 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. 100 ഇൻറ്റു 100 ഇൻറ്റു 100 ഇൻറ്റു എന്താണ്? 100. കിട്ടിയോ? അപ്പൊ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ സാറ് തുടക്കത്തിലെ കാണിച്ചു തന്നതാണ് 4 എണ്ണം വന്നാൽ നിങ്ങളത് 2 എണ്ണം വെച്ചാക്കണം, അല്ലെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ആദ്യം നമുക്ക് ഈ 0 വെട്ടിക്കളയാം. എവിടെ 0 വെട്ടിപ്പോയി? ഈ 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി, ബാക്കി ഇവിടെ ഇത്ര ആൾക്കാരുണ്ട്. ഓക്കെ, ഇവിടെ ഒരു 5 കിടപ്പുണ്ട്. ഇതിന് നമ്മൾ 4 എണ്ണം ഉണ്ട്. അപ്പൊ 2 എണ്ണം വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ 5 കിടപ്പുണ്ട് ഇൻറ്റു ഇത് നമുക്ക് 100 പ്ലസ് 1.5 ഹോൾ സ്ക്വയർ ഇൻറ്റു 100 പ്ലസ് 1.5 ഹോൾ സ്ക്വയർ നാക്കും ഡിവൈഡഡ് ബൈ താഴെ 100 ഇൻറ്റു 100 ഇൻറ്റു 10. ഇങ്ങനെയായി. അപ്പൊ 100 പ്ലസ് 1.5 ഹോൾ സ്ക്വയർ പറഞ്ഞാൽ 100 പ്ലസ് 1.5 ഹോൾ സ്ക്വയർ വേറെ ഒരെണ്ണം, താഴെ 100 ഇൻറ്റു 100 ഇൻറ്റു 10, താഴെ ബാക്കി കിടക്കുന്നത് 0 വെട്ടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മുകളിലൊരു 5. ഇതെന്താണ് ഇങ്ങനെ എഴുതാൻ സാർ? 4 എണ്ണം ഉണ്ടെങ്കിൽ 2 എണ്ണം ആക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എന്നിട്ട് ഒരെണ്ണം ഇതിന്റെ മാത്രം ചെയ്യുക. അത് തന്നെയായിരിക്കും ഇതിന്റെയും ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് 100 പ്ലസ് 1.5 ഹോൾ സ്ക്വയർ ചെയ്യാം. ഇപ്പൊ 100 പ്ലസ് 1.5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100ന്റെ സ്ക്വയർ പ്ലസ് 1.5ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 100 ഇൻറ്റു 1.5. ഓക്കെ, ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ, പിന്നെ 2 എഴുതിയിട്ട് ഇൻറ്റു എഴുതിയിട്ട് ഇത് എഴുതണം, ഇത് എഴുതണം. 100 സ്ക്വയർ പറഞ്ഞാലേ നമ്മൾ ചെയ്യണം 10000. 1.5ന്റെ സ്ക്വയർ എന്താണ് സാർ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 15ന്റെ സ്ക്വയർ അറിയണം. 15ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 225 ആണ്. അപ്പൊ 1.5ന്റെ സ്ക്വയർ എത്രയായിരിക്കും സാർ? അപ്പൊ 1.5 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 15/10 ആണ്. അപ്പൊ 15ന്റെ സ്ക്വയർ ഇൻറ്റു 25, 10ന്റെ സ്ക്വയർ എത്രയാണ്? 100. അപ്പൊ ഉത്തരം വരേണ്ടത് 2.25. മനസ്സിലായോ? പറഞ്ഞാൽ മനസ്സിലായോ? 15ന്റെ സ്ക്വയർ 225, 10ന്റെ സ്ക്വയർ 100. അപ്പൊ 225/100 എന്ന് പറഞ്ഞാൽ 2.25. സോ ദിസ് ഈസ് ഈക്വൽ ടു 2.25 പ്ലസ് 200 ഇൻറ്റു 1.5, 200 ഇൻറ്റു 1.5. അപ്പൊ നമുക്ക് ഇത് 200 ഇൻറ്റു 1.5 എങ്ങനെ ചെയ്യാൻ നോക്കാം. 200 ഇൻറ്റു 1.5 എന്ന് പറഞ്ഞാൽ 15/10 ആണ്. അപ്പൊ 0 വെട്ടിപ്പോയി 20 ഇൻറ്റു 15 ചെയ്താൽ മതി. 15 ഇൻറ്റു 2 30 ആണ്. ഒരു 0 ചേർത്താൽ 300. മനസ്സിലായോ? അപ്പൊ 300 ആണ് ഇവിടെ കിട്ടുക. അപ്പൊ 10,000 പ്ലസ് 2.25 പ്ലസ് 300. ഒന്നുകൂടി പറയാം സാറ്. 200 ഇൻറ്റു 1.5 എന്ന് പറഞ്ഞാൽ 1.5 എങ്ങനെ എഴുതണം? 15/10 എഴുതാം. 15ന്റെ 10 കൊണ്ടിരിക്കുമ്പോൾ 1.5 കിട്ടും. അപ്പോൾ 0 വെട്ടിപ്പോയി 20 ഇൻറ്റു 15 എങ്ങനെ ചെയ്യും? 2 ഇൻറ്റു 15 ചെയ്യാം. അപ്പോൾ 30 കിട്ടി. ആ 20ന്റെ ഒരു 0 കൊണ്ട് ചേർക്കാം 300. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 302 രൂപ 25 പൈസ വരും. 10,302 രൂപ 25 പൈസ. കണ്ടോ? ഇതാണ് ഇതിന്റെ സ്ക്വയർ. അത് തന്നെയാണ് ഇവിടെയും കിട്ടുക. അപ്പൊ ഇത് കൊണ്ടുവന്ന് ഇവിടെ എഴുതാ, ഇവിടെ എഴുതാ, 5 കൊണ്ട് ഗുണിക്കണം. കുറച്ച് പണിയുണ്ട്, നോക്കാം. ഇതൊക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് ചെയ്യുമെന്ന് അല്ലേ? ഇത്രയും വലിയ കണക്ക് ചെയ്യാൻ പറ്റുമോ സാർ? ചെയ്യണം. പഠിക്കാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നിരിക്കണല്ലേ? 5 ഇൻറ്റു ഇത് എഴുതുക ഇവിടെ 10,302.25 ഇൻറ്റു വീണ്ടും അത് തന്നെ 10,302.25 ഡിവൈഡ് ബൈ താഴെ 100 ഇൻറ്റു 100 ഇൻറ്റു 10. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതെല്ലാം ഗുണിക്കണം. 10,302.25 ഇൻറ്റു 10,302.25. ഓക്കെ. 5 5 25 5 ശിഷ്ടം 2. 2 10 2 12 2 ശിഷ്ടം 1. ഓക്കെ. അപ്പോൾ ഇതാണ് പോയിന്റ് ഇടാം.
ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ 0.25 ഇല്ലേ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഗുണിച്ചിട്ട് ആൻസറിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, 0.25 നമ്മൾ ഒഴിവാക്കിയതാണല്ലേ. ഓക്കെ, യെസ്. ഈ 2 × 2 3 4 2 0 0 3 2 6 2 0 0 1 2 2. അത് 0 വെച്ചുള്ള ഗുണനമാണ്, അതെല്ലാം 0. അത് 3 2 6 3 0 0 3 9 3 0 0 1 3 3. അടുത്ത് 0 വെച്ച്, ഇപ്പോൾ 0 വെച്ച് കഴിയുമ്പോൾ 1 2 3 4 0 0 0 0 0. ഇത് 1 വെച്ച് ചെയ്യാം. 1 2 2 1 0 0 1 3 3 1 0 0 1 1. ഓഹ്, എന്തെല്ലാം സംഖ്യ ആണെങ്കിൽ 4 0 6 6 12 2 ശിഷ്ടം 1 1 ഇറക്കി എഴുതി. 9 2 10 11 12 13 3 ശിഷ്ടം 1 1 ഇറക്കി എഴുതി. 3 6 0. എൻ്റെ കർത്താവ്. അപ്പം 5 × 10 6 1 3 1 2 0 4. സാർ ഇത് ഒഴിവാക്കി കേട്ടോ. 0.25 സാർ എന്താണ് ഒഴിവാക്കി. യെസ്, ഡിവൈഡഡ് ബൈ താഴെ 100 × 100 × 10. ഇപ്പം എത്ര പ്രാവശ്യം? 1 2 3 4 5 5 സാധനം കുത്തണോ? 1 2 3 4 5 കേട്ടോ. ഇതിന് 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 10 6 1 0.31 അത്രയും എടുത്താൽ മതി. ഇൻറ്റു 5 ഒരു 5 5 5 15 5 ശിഷ്ടം 1 ഒരു 5 5 5 1 6 6 30 0 ശിഷ്ടം 3 എന്താണ് 0 0 3 ഇറക്കി എഴുതി. ഒരു 5 5 5306 അല്ലേ. ഇവിടെ പോയിന്റ് കൊണ്ടാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് 55 പൈസ. അപ്പോൾ മോഹന് കിട്ടിയ പൈസ എന്ന് പറയുന്നത് 0.25 നമ്മൾ എടുത്തില്ല, അതും കൂടി എടുത്താൽ വലിയതായിപ്പോൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതും കൂടി എടുക്കുകയായിരുന്നെങ്കിൽ ഇത് ഒരു 50 പൈസ എന്തായാലും ഇൻക്രീസ് ചെയ്തേനെ. അപ്പോൾ ഇതിന് നിങ്ങൾ റൗണ്ട് ഓഫ് ചെയ്ത് 5307 രൂപയാണ്. 5306 55 പൈസ 50 പൈസന് മീതിയല്ലേ. ഇനി ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം. അപ്പോൾ മോഹൻ്റെ എന്താക്കണം? 7 രൂപ. അപ്പം 5307 രൂപ മൈനസ് 5304 രൂപ 50 പൈസ കുറയ്ക്കുമ്പോൾ 50 പൈസ 0 5 5 10 ഇഷ്ടം 1 5 6 7 2 ബാക്കിയൊക്കെ 0 വരും. അപ്പോൾ 2 രൂപ 50 പൈസയാണ് മോഹന് മറ്റേ ബാങ്കിൽ നിക്ഷേപിച്ചാൽ കിട്ടുന്ന തുക എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ, ഇച്ചിരി വലിയ കണക്കാണ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാൻ. ഒരുപക്ഷെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും തന്നിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുള്ളത് ചോദിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ വലിയ സംഖ്യകൾ വന്നാൽ 0.25 ഒഴിവാക്കുക, എന്നിട്ട് ചെയ്യാം. 2 സാധനം ഒഴിവാക്കിയിട്ട് 0.25 മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് സാർ ഗുണിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു സംഖ്യ കിട്ടി. എന്നിട്ട് അതിനെ 1 2 3 4 5 സാധനം കഴിഞ്ഞ് കുത്തിട്ടു. അപ്പോൾ നമ്മൾ 0.31 വരെ എടുത്തോളൂ. ശരിക്കും ഇത്രയും എടുക്കണം, അത് ഒഴിവാക്കി 0.31 എടുത്തിട്ട് 5 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് ഇത്രയും ആൻസർ കിട്ടി. അപ്പോൾ 0.55 കിട്ടി. 50 പൈസൻ്റെ മീതി ആയതുകൊണ്ട് നമ്മൾ 1 രൂപയ്ക്ക് എടുത്തു. അപ്പോൾ 5307. അപ്പോൾ 5307 രൂപ മോഹന് കിട്ടി. മൈനസ് അരുണ് കിട്ടിയത് 5304 രൂപ 50 പൈസ. അപ്പോൾ 5307 നിന്ന് 5304 രൂപ 50 പൈസ കുറച്ചപ്പോൾ മോഹൻ എത്ര രൂപ കൂടുതൽ കിട്ടി? 2 രൂപ 50 പൈസ കൂടുതൽ കിട്ടി. അത് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. 2 രൂപ എന്തായാലും ഉണ്ട്. പിന്നെ 50 പൈസ ചിലവർക്ക് 55 ആവും, ചിലവർക്ക് 30 പൈസ ആവും. അതൊക്കെ അവരുടെ കാൽക്കുലേഷൻ പോലെ ഇരിക്കും. എന്തായാലും 2 രൂപ വ്യത്യാസമുണ്ട്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതേ പേജിൽ തന്നെയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ പേഴ്സൺ ടുക്ക് ഔട്ട് എ ലോൺ ഓഫ് 16,000 rupees ഫ്രം എ ബാങ്ക്. ഒരു ബാങ്കിൽ നിന്ന് 16,000 രൂപ ബോറോ ചെയ്തു എടുത്തു. വിച്ച് ചാർജസ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണ് ചാർജ് ചെയ്യുന്നത്. ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 10%. ആനുവൽ റേറ്റ് 10% ആണ്. ഹൗ മച്ച് ഷുഡ് ഹി പേ ബാക്ക് ആഫ്റ്റർ 9 months ടു സെറ്റിൽ ദ ലോൺ? 9 മാസങ്ങൾക്ക് ശേഷം, ശ്രദ്ധിക്കണം നിങ്ങളിവിടെ, 9 മാസങ്ങൾക്ക് ശേഷം, 1 വർഷമല്ല 9 മാസങ്ങൾക്ക് ശേഷം എത്ര രൂപ തിരിച്ചടക്കണം എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം തന്നെ പുള്ളി എടുത്ത ലോൺ എമൗണ്ട് എഴുതാം. പി
അത് 16,000 രൂപ. ഓക്കെ, അത് മനസ്സിലായല്ലോ. ലോൺ എമൗണ്ട് എത്രയാണ്? 16,000 റുപ്പീസ് ഫ്രം എ ബാങ്ക്. ഒരു ബാങ്കിൽ നിന്നും പുള്ളി എടുത്ത ലോൺ എമൗണ്ട് 16,000 റുപ്പീസ് ആണ്. വിച്ച് ചാർജസ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ 3 മാസം വെച്ചാണ്. റേറ്റ് അവിടെ തന്നിരിക്കുന്നത് 10%. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ റേറ്റ് നമ്മൾ എന്ത് ചെയ്യണം? 10 × 1/4 എന്ന് വെട്ടിക്കരിക്കുമ്പോൾ 2.5 കിട്ടും. അതെങ്ങനെയാണ് സാർ 2.5 കിട്ടുന്നത്? നോക്കാം. 10 എന്താണ് 4, അപ്പൊ 10/4 എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ഇങ്ങനെ വെട്ടിക്കരിക്കുക. അപ്പൊ 5/2, 5ന്റെ പകുതി എത്രയാണ്? 2.5, 2.5. അപ്പൊ 2.5% നമ്മുടെ പലിശ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് മനസ്സിലാക്കുക. അത്രയും മനസ്സിലായി. 1 ഇയറിലേക്കല്ല ചോദ്യം. 9 മാസം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടും? അപ്പൊ 3 മാസം 1, വീണ്ടും 3 മാസം 6, വീണ്ടും 3 മാസം 9. അപ്പോൾ 3 + 3 + 3, 3 മാസം 6 മാസം 9 മാസം, 1 വർഷമല്ല. അപ്പൊ 3 തവണയാണ് നമുക്ക് പലിശ കിട്ടുക. അപ്പൊ n = 3. വളരെ ശ്രദ്ധിക്കണം. 1 വർഷത്തേക്കല്ല, 9 മാസത്തേക്കാണ് ചോദിച്ചേക്കണം. 9 മാസം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടുമെന്നാണ്. അപ്പോൾ 3 മാസം കഴിയുമ്പോൾ 1 പ്രാവശ്യം, വീണ്ടും 3 മാസം കഴിയുമ്പോൾ 2 പ്രാവശ്യം, വീണ്ടും 3 മാസം കഴിയുമ്പോൾ 3 പ്രാവശ്യം. 9 മാസം എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം. ഓക്കെ, അപ്പൊ എന്നിന്റെ വില 3 ആണ്. എമൗണ്ട് = P × 1 + rate by 100 whole raised to n. എമൗണ്ട് 16,000. 16,000 × 1 + rate എന്ന് പറഞ്ഞാൽ 2.5 / 100 raised to n. n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. മനസ്സിലായോ? സോ ദിസ് ഇസ് ഈക്വൽ ടു 16,000 ഇൻറ്റു ഇത് കൊണ്ട് ഗുണിക്കുമ്പോൾ 1 × 100 100 + 2.5 എത്ര പ്രാവശ്യം വരും? 3 തവണ ഡിവൈഡഡ് ബൈ 100. 100 എത്ര തവണ? 100 × 100 × 100. അപ്പോൾ ഇവിടുത്തെ 0 0 വെട്ടിപ്പോയി, ഈ 0 ഈ 0 വെട്ടിപ്പോയി, ഈ 0 ഈ 0 വെട്ടിപ്പോയി. ഓക്കെ, ഇത് വെട്ടിക്കളയാം. അപ്പോൾ 100 × 10 താഴെ കിടപ്പുണ്ട്. മുകളിൽ 100 + 2.5 3 പ്രാവശ്യമുണ്ട്. ഇവിടെ ഒരു 16 ഉണ്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു 16 ഇൻറ്റു 100 + 2.5 സ്ക്വയർ എന്ന് എഴുതിയതിനു ശേഷം ഒരു പ്രാവശ്യം കൂടി എഴുതാം. ബൈ 100 × 10. ശ്രദ്ധിക്കണം മക്കളെ, നമ്മൾ 3 തവണ വരുമ്പോൾ 2 തവണ എഴുതിയിട്ട് 1 തവണ സെപ്പറേറ്റ് എഴുതണം. കാരണം നമുക്ക് 2 തവണ വരുന്നതിന് കാണാനായിട്ട് എളുപ്പം. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 100 + 2.5 ഹോൾ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, 100 + 2.5 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100ന്റെ സ്ക്വയർ പ്ലസ് 2.5ന്റെ സ്ക്വയർ പ്ലസ് 2 × 100 × 2.5. ഇതാണ് നമ്മുടെ കണക്ക്. 100ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10,000 പ്ലസ് 2.5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25ന്റെ സ്ക്വയർ ആണ്. 2.5 എന്ന് പറഞ്ഞാൽ 25/10 ആണ്. സോ 25 സ്ക്വയർ 625, 10ന്റെ സ്ക്വയർ 100, 6.25. അതായത് 2.5 എന്ന് പറഞ്ഞാൽ 25/10. അപ്പോൾ 2.5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25/10ന്റെ സ്ക്വയർ. കണ്ടോ, 25ന്റെ സ്ക്വയർ 625, 10ന്റെ സ്ക്വയർ 100. അപ്പോൾ 625 100 കൊണ്ടായിരിക്കുമ്പോൾ 2 സാധനം കഴിഞ്ഞ് കുത്തുക. 6.25. സോ ദിസ് ഇസ് 6.25 പ്ലസ് 2 × 100 × 2. അപ്പോൾ ആദ്യം 2 × 2.5 ചെയ്യാം. അത് 5 ആണ്. 5 × 100 500. ഇതെല്ലാം കൂടി കൂട്ടാം. അപ്പോൾ 506 രൂപ 10,506 രൂപ 25 പൈസ. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. കൂട്ടി നോക്കുക നിങ്ങൾ. 10,000 പ്ലസ് 6.25 പ്ലസ് 500 കൂട്ടി നോക്കുമ്പോൾ 10,506 രൂപ 25 പൈസ. ആദ്യം 506 രൂപ 25 പൈസ കൂടി കൂട്ടുക. അപ്പോൾ 506 രൂപ 25 പൈസ കിട്ടും. 10,000 ചേർത്ത് കഴിഞ്ഞാൽ 10,506 രൂപ 25 പൈസ. അപ്പോൾ ഇവിടുത്തെ ആൻസർ നമുക്ക് കിട്ടി 16 ഇൻറ്റു 10,506 രൂപ 25 പൈസ ഇൻറ്റു ഇത് കൂട്ടുമ്പോഴത്തായിട്ടും 102 രൂപ 50 പൈസ ബൈ 100 × 10. കിട്ടിയല്ലോ? യെസ്. അപ്പൊ ഇനി കണക്കിടക്ക് കണ്ടോ, ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കണം, ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കണം. കണ്ടോ, ഇപ്പൊ സാർ ഒന്നും കൂടി എടുത്ത് എഴുതിയിരിക്കുകയാണ്. നമ്മൾ മറ്റേതെല്ലാം മാച്ച് കളഞ്ഞു. അപ്പൊ ഇവിടെ ഇനി ഗുണിക്കണം, ഭയങ്കര പണിയാണത്. ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കണം.
അപ്പോൾ ഗുണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോയിന്റ് ഒന്നും നോക്കണ്ട, പോയിന്റ് ഒഴിവാക്കിയിട്ട് ആദ്യം ഗുണിക്കുക. 10,506.25 ഇൻറ്റു 102.50. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഗുണിക്കാൻ പോവുകയാണ്, ശ്രദ്ധിച്ച് കേട്ട് ഇരിക്കുക. I 0 0, അപ്പോൾ എല്ലായിടത്തും 0 കൊണ്ട് ഇങ്ങനെ എന്താണ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അടുത്ത 5 5 × 5 25, 5 സിസ്റ്റം 2. അടുത്ത സംഖ്യ 5 × 2 10, 10 × 2 12, 12 × 2 സിസ്റ്റം 1. ഓക്കെ, അടുത്ത 6 വെച്ചാൽ കൊണ്ട് 5 × 6 30, 31, 31 1 സിസ്റ്റം 3. അടുത്ത് 0 ആണ്, 0 5 0 3 സിസ്റ്റം ഉണ്ട്, അതും കൂടി കൂട്ടി എഴുതി. ദെൻ 5 × 5 25, 25 5 എഴുതി, സിസ്റ്റം 2. 5 × 0 0, അപ്പോൾ 2 കൂട്ടി എഴുതി, 1 5 5. 5 വെച്ചിട്ട് ഗുണിതം കഴിയും. ഈ 2 വെച്ച് 2 × 5 ആയി 2, 10 0 സിസ്റ്റം 1. 2 × 2 4, 4 1 5. ഓക്കെ, 2 × 6 12, 12 2 സിസ്റ്റം 1. 2 × 0 0, 1 ചേർത്ത് എഴുതി. 2 10 0 സിസ്റ്റം 1. ഓക്കെ, 2 × 0 0, 1 കൂട്ടി എഴുതി, 1 2 2. ഓക്കെ, ഇനി 0 ആണ്, 0 വെച്ചുള്ള ഗുണിതം എന്താ നമുക്കറിയാം, 1 2 3 4 5 6 7. 0 വെച്ച് എല്ലാം 0. 1 വെച്ച് വളരെ എളുപ്പമാണ്, എല്ലാം അങ്ങനെ പിറക്കി എഴുതിയാൽ മതി. 5 2 6 0 5 0 1. ഞാൻ അവിടെ കൂടെ 0 5 എന്താണ് 2 0 2 5 1 6. ഓക്കെ, എന്താണ് 3 2 5, 5 5 10 0 സിസ്റ്റം 1. 2 1 3 1 4, 4 5 9. അടുത്ത 6 2 7 8, 5 1 6, 5 2 7 0 10. ഓക്കെ, 625. അപ്പോൾ നമ്മളിവിടെ ഈ പോയിന്റ് ഒഴിവാക്കിയപ്പോൾ ഇവിടെ 2 സ്ഥാനം നീക്കിയിട്ടുണ്ട്. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമുണ്ട്. അപ്പോൾ നമ്മൾ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനം വേണം. അപ്പോൾ 1 2 3 4 ഇവിടെയാണ് പോയിന്റ് ഇടുക. പക്ഷെ നമ്മളിപ്പോൾ പോയിന്റ് ഇടണ്ട, കാരണം എന്താ, നമുക്ക് 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആൻസർ. ഇൻറ്റു എന്തും കൂടി ചെയ്യണം, 16 കൂടി ചെയ്യണം. അപ്പോൾ ഇൻറ്റു 16. അപ്പോൾ ഇവിടെ ഇനി ഈ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പണിയാണ്. അപ്പോൾ ആദ്യം 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 0 0, 6 30 0 സിസ്റ്റം 3 മനസ്സിൽ വയ്ക്കുക. 6 30 0 സിസ്റ്റം 3. 6 2 12, 12 3 15, 15 5 സിസ്റ്റം 1 മനസ്സിൽ വെക്കുക. 6 6 36 37 7, 37 7 സിസ്റ്റം 3 മനസ്സിൽ വെക്കുക. 6 × 0 0, അപ്പം 3 ഇവിടെ ചേർത്ത് എഴുതുക. 9 6 54 4 സിസ്റ്റം 5 മനസ്സിൽ വെക്കുക. 8 6 48, 48 5 എന്ന് പറയാം 53 3 സിസ്റ്റം 5 മനസ്സിൽ വെക്കുക. 6 6 36, 36 5 എന്ന് പറയാം 41 1 സിസ്റ്റം 4 മനസ്സിൽ വെക്കുക. 6 6 37 42, 42 4 46 6 സിസ്റ്റം 4 മനസ്സിൽ വെക്കുക. 6 0 0 4 ഇറക്കി എഴുതുക. 1 6 എന്താണ് 6. 64 613 437 500. ഇതാണ് നമുക്ക് കിട്ടുക. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി ഒന്നും കൂടി ഉണ്ട്, ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വളരെ എളുപ്പം. ഇതെല്ലാം കൂടി ചേർത്ത് എഴുതിയാൽ മതി. 1 0 0 1 5 5 2 6. ആ നേരെ ആണ് എഴുതിയാൽ മതി. 9 8 6 7 0 1. ഇനി എല്ലാം കൂടി കൂട്ടാം. 0 0 5 10 5 5 10 0 സിസ്റ്റം 1. 7 3 10 0 സിസ്റ്റം 1. 6 1 7 7 3 10 0 സിസ്റ്റം 1. 4 1 5 9 3 12 2 സിസ്റ്റം 1. 8 1 9 10 0 സിസ്റ്റം 1. 6 1 7 7 6 എന്ന് പറഞ്ഞാൽ 13 13 3 സിസ്റ്റം 1. 7 8 8 4 12 2 സിസ്റ്റം 1. 6 1 7 17. So the final answer is 17 230. സോറി 30 2 5
നമ്മളിവിടെ ഈ 2 സ്ഥാനം നമ്മളിവിടെ എടുത്ത് മാറ്റിയില്ല. അതായത് ഈ പോയിന്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ 4 സ്ഥാനം കഴിഞ്ഞ് കുത്തുള്ളൂ. 1 2 3 4. അപ്പോൾ ഇവിടം വരെ എടുത്താൽ ഡിവൈഡ് ബൈ താഴെയുള്ള 100 ഇൻറ്റു 10. 0 വെട്ടിപ്പോയി. ഇനി 100 കൊണ്ട് ഹരിക്കാന്ന് പറഞ്ഞാൽ 2 സ്ഥാനം കഴിഞ്ഞ് കുത്തിടണം. സോ ഫൈനൽ ആൻസർ 17,230 രൂപ 25 പൈസ. ഓക്കെ, അപ്പോൾ മൂന്നാമത് പ്രോബ്ലം നമ്മൾ ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നില്ല. കാരണം ഈ എപ്പിസോഡ് ഇപ്പോൾ തന്നെ 1 മണിക്കൂറിന് അടുത്താവാറായി, 45 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി അത് ചെയ്താലും തീരില്ല, 1 മണിക്കൂർ കഴിഞ്ഞു പോകും. അതുകൊണ്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ 3, 4, 5, 6 കൂടി 4 പ്രോബ്ലം ചെയ്യും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാണാം. ഇച്ചിരി ബുദ്ധിമുട്ടാണ്, നല്ലോണം ഗുണിക്കാനുണ്ട്. അപ്പോൾ ഗുണനപ്പട്ടിക അറിയണം, നന്നായിട്ട് ഗുണനപ്പട്ടിക പഠിക്കുക, എങ്ങനെയാണ് സാറ് ഗുണിച്ചതെന്നൊക്കെ നോക്കുക. അതൊക്കെ ഒന്ന് വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. ഗുണിക്കാതെ നമുക്ക് വേറെ നിവൃത്തിയില്ല, വേറെ എളുപ്പമാർഗ്ഗമൊന്നുമില്ല അതിനകത്ത്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാണുന്നതുവരെ എല്ലാവരും നന്നായി പഠിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ട്യൂഷൻ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെയുള്ള ബട്ടൺ, ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ മെമ്പറായിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തുടർന്ന് വരുന്ന വീഡിയോസും മെമ്പർഷിപ്പിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.